ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. ഇന്ന് വ്യാഴാഴ്ചയല്ലേ. രാവിലെ എണീറ്റു, അലക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 6 മണിയാകുമ്പോൾ അലക്കാൻ പോകും കേട്ടോ. മഴയുണ്ട്. അപ്പോൾ നമുക്ക് പാൽച്ചായ ഉണ്ടാക്കാം. അപ്പം ഞാൻ ബ്രൂ കോഫിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ബ്രൂ കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബിസ്ക്കറ്റും കൂട്ടി കഴിച്ചിട്ടാണ് ഞാൻ രാവിലത്തെ പണികളിലേക്ക് കിടക്കുകയുള്ളൂ കേട്ടോ. എനിക്ക് രാവിലെ ബിസ്ക്കറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് പുട്ടാണ്. അത് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് നനച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഗോതമ്പ് പുട്ട് ഉണ്ടാകണേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കാണണം. അപ്പോൾ പുട്ടിനുള്ള പൊടി നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് ഇത് കണ്ടോ പൊടിച്ച് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കണം. നമുക്ക് പുട്ടിന് ഏത്തപ്പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും ആട്ടോ. ഈ സാധനം ഞാൻ മേടിച്ച് കണ്ട എൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. നല്ലൊരു സാധനം ആട്ടോ, കണ്ട. അപ്പോൾ മുട്ട പുഴുങ്ങിയതും ആണ് കേട്ടോ ഇന്ന് നമുക്ക്. ഗോതമ്പ് പുട്ടിന് നല്ല തേങ്ങ വേണം കേട്ടോ. എനിക്ക് തേങ്ങ ഒരുപാട് ഇടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നല്ല തേങ്ങ ഇടും. ചിരണ്ടി എടുക്കട്ടെ. ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം എനിക്ക് അടുക്കളപ്പണി കുറവായിരിക്കും കേട്ടോ. അതിലും പുറത്തെ പണികൾ ഒരുപാടുണ്ടാവും. ക്ലീനിങ്, അതാണ് വ്യാഴാഴ്ചൻ്റെ പ്രത്യേകത. നല്ല ക്ലീനിങ് ഉണ്ടാവും. അടുക്കളയിൽ ഞാൻ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നാളെ വെള്ളിയാഴ്ചയല്ലേ, അതുകൊണ്ട്. ചില ആൾക്കാർ ഈ ചേരുവ കൊണ്ട് ചിരണ്ടി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യൂല കേട്ടോ. എല്ലാവരും ഇല്ല കേട്ടോ, ചില ആൾക്കാർ. ഞാനിത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കും. നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ പാറ്റ അങ്ങനെയുള്ളതൊക്കെ. എൻ്റെ ചിരക ഏകദേശം കണ്ടറിയാലോ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്നതാണ്. ഞാനിങ്ങനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യും. നമ്മുടെ ശൈലിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് തുണി വെച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കും കേട്ടോ. തുടച്ചിട്ട് നമ്മുടെ ആ ബ്ലാക്ക് അടപ്പില്ലേ, ആ അടപ്പിങ്ങനെ കയറ്റി വെച്ചേക്കും. ഓക്കെ. ഞാൻ പുട്ട് ഒരു കഷ്ണം ഉണ്ടാക്കണേ കേട്ടോ കാണിക്കണുള്ളൂ. ഇനി പഴം പുഴുങ്ങണം, മുട്ട പുഴുങ്ങണം, അതൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ പുട്ട് അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാട്ടോ ഗോതമ്പ് പുട്ട്, നല്ല പഞ്ഞി കണക്കിരിക്കുന്ന ഗോതമ്പ് പുട്ട്. ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. രാവിലെ ചായക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യ പാത്രം കേട്ടോ. എനിക്ക് പണികളിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഗൈസ് പാത്രം കഴുകൽ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി എടുക്കാം.
അപ്പോൾ നമ്മുടെ രാവിലത്തെ അടുക്കളയിലെ പണികൾ ഏകദേശം എല്ലാം ഒതുങ്ങി. ഇനി ഉച്ചത്തേക്ക് ചെറുതായിട്ട് കറികളൊക്കെ വെക്കണം. അങ്ങനെയുള്ള പണികൾ. അടുക്കളയിലെ പണികൾ കഴിഞ്ഞ് വന്ന് ഞാൻ ജനലെല്ലാം തുടച്ചു. ഇനി അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഇപ്പോഴും കാട്ടുന്നതാണ്. പാത്രം ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടാണ് ഇനി എടുത്ത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ഗോതമ്പ് പുട്ടും ഏത്തപ്പഴം പുഴുങ്ങിയതും ഒരു മുട്ട പുഴുങ്ങിയതുമാണ് ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്ന എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ച കഴിഞ്ഞുള്ളതൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.